ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നിലവിൽ സിനിമ ഫീൽഡിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നടൻ സിദ്ദീഖ് രാജിവെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖാണ് ഇന്ന് രാവിലെയാണ് രാജിവെക്കുന്നത്. അപ്പോൾ സിദ്ദീഖിനെതിരായിട്ട് നടി രേവതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈംഗിക അതിക്രമത്തെ, അതായത് 15 വയസ്സിലോ മറ്റോ ഉണ്ടായ ഒരു അനുഭവമാണ് വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇപ്പം നിലവിൽ ഒരു 4.5 വർഷം 5 വർഷത്തോളം അടുപ്പിച്ച് ഒരു കമ്മിറ്റി, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 4.5 കൊല്ലം കൊണ്ട് ലാഗായിട്ടുള്ളൊരു സംഭവമാണ്. ഇത്രയും കൊല്ലം കൊണ്ട് ഗവൺമെൻറ് പഠിച്ച് പുറത്തിറക്കിയ ഒരു സംഭവമാണ്. എത്ര കോടി രൂപ ചിലവായി എന്നാണ് നമുക്ക് ന്യൂസ് വഴി അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രത്തോളം കൊല്ലം, അപ്പോൾ ഒരുപാട് പേര് ഇതെന്ത് ലാഗാവുന്നു എന്നതിനെക്കുറിച്ച് ചോദിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഗവൺമെൻറ് ഇപ്പോൾ പുറത്തിറക്കിയ 200 എത്രയോ പേജുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ടാണത്. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം സിനിമാ ഫീൽഡിലുള്ള എല്ലാവരുടെ കയ്യിലും എത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട പലരും ഈ കമ്മിറ്റി റിപ്പോർട്ട് അറിഞ്ഞിട്ടില്ല, അത് വായിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയാണ്. എങ്കിലും മിക്കുള്ളവരും ഇതിനെതിരെ പ്രതികരിച്ച് വന്നിട്ടുണ്ട്. എന്താണ് നടപടി ചെയ്യേണ്ടത്, ആളുകളുടെ പേര് പുറത്ത് പറയണം എന്നതിനൊക്കെ പറ്റി പ്രധാനപ്പെട്ട, അതായത് ഫീൽഡിൽ നിൽക്കുന്നതും ഫീൽഡിൽ ഇപ്പോൾ നിലവിലില്ലാത്തതുമായിട്ടുള്ള പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് നടൻ സിദ്ദീഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ മോഹൻലാലിന് അയച്ച ഒരു വാട്സപ്പ് സന്ദേശമാണ് ഞാനിതെന്ന് രാജിവെക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച ഒരു കാര്യം. അപ്പോൾ അത് വളരെ വൈറലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനൊരു അലിഗേഷൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉടനെ രാജിവെക്കണമെങ്കിൽ, എന്തെങ്കിലും തെറ്റ് ചെയ്തില്ല എങ്കിൽ രാജിവെക്കേണ്ട കാര്യമില്ല. സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ച് അതിനുശേഷം കേസൊക്കെ നടന്ന് സംഘടന അവരെ പുറത്താക്കുകയും മറ്റുമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ വേറെ, അല്ലെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരാൾ വന്ന് ഇങ്ങനെ ഒരു അലിഗേഷൻ, നമുക്കിപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ വന്ന് പറയാമല്ലോ. അപ്പം വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ ശിക്ഷിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്താക്കുകയുള്ളൂ. അപ്പം ഇത്തരത്തിൽ ഒന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് വന്നിട്ട് രാജിവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ ദുരൂഹത ഉള്ള കാര്യം നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. സോ ഗൈസ്, നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.